ഷെയ്ഖ് നിറയെ എളുപ്പമുണ്ട്. കാല ഷെയ്ഖ് സിബോയാന്ന് പറയാ. സിബോ ഇമാമ് ഷെയ്ഖാണ്. നെഹ്വില് ഷെയ്ഖാണ്. ഒരു ഫന്നിൽ കാമിലായാൽ ആ ഫന്നിൽ അയാളെ ഷെയ്ഖ് എന്ന് പറയാം. ഇനി ഇതൊന്നും പറയണ്ട. 40 വയസ്സ് പിന്നിട്ടാലും ഓലൊക്കെ ഷെയ്ഖാണ്. അപ്പൊ ഞാൻ ഷെയ്ഖുനാന്നൊക്കെ പറയാം. മോശം ഷെയ്ഖുനാന്നൊക്കെ പറയുമ്പോ ബേജാറൊന്നും വേണ്ടപ്പോ. 40 വയസ്സ് പിന്നിട്ട് ഷെയ്ഖുന. 40 വയസ്സ് കഴിഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ ഷെയ്ഖ. ഭാഷാർത്ഥം വിട്ട് ഇനി ഒരു ഫന്നിലെത്തുന്ന ഷെയ്ഖ് പറഞ്ഞാൽ കാമിലായി ആ ഫന്നിൽ കാമിലായ ആ ഫന്നിന്റെ അയാൾ ഷെയ്ഖ. ഇനി അല്ലെങ്കിൽ നമ്മക്കൊരു പ്രയോഗമുണ്ട്. നമ്മുടെ ഗുരുവര്യരായിട്ട് ദീനിയായിട്ട് നമ്മളെ നയിച്ച ഒരാളായ ഷെയ്ഖുന. അങ്ങനെയും പറയാം ഷെയ്ഖുന. ഷെയ്ഖ് മുർഷിദ് എന്ന് പറയുന്ന ഒരാളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അല്ലാഹുവിന്റെ വിധാനത്തിലേക്ക് ഉയർത്താൻ വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന, ആ വിധാനത്തിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്ന, അല്ലാഹുവിന്റെ നിർദ്ദേശം കിട്ടിയിട്ടുള്ള ആളുകൾ മുർഷിദായ ഷെയ്ഖ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ആളുകൾ കാമിലത്തായ നഫ്സ് എന്ന പദവിയിൽ എത്തിയിട്ടുള്ള വിടമാക്കൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സ് എന്ന് പറയുന്നത് ലത്തീഫത്ത് റബ്ബാനിയ എന്ന് പറയുന്നത് അത് തന്നെയാണ്. ചിന്ത കിട്ടുന്ന, ഭക്തി കിട്ടുന്ന, ആശയം കിട്ടുന്ന, ഇൽമു നിൽക്കുന്ന ആ കേന്ദ്രം. ആ കേന്ദ്രത്തെ തന്നെയാണ് ഉള്ളറകൾ തിരിച്ചിട്ട് പറയുന്നത്. 1-ാം സ്റ്റെപ്പിൽ സ്വദർ, 2-ാം സ്റ്റെപ്പിൽ ഖൽബ്, 3-ാം സ്റ്റെപ്പിൽ റൂഹ്, 4-ാം സ്റ്റെപ്പിൽ സിർറ്, 5-ാം സ്റ്റെപ്പിൽ സിർറു സിർറ്, 6-ാമത്തെ സ്റ്റെപ്പിൽ ഖഫി, 7-ാമത്തെ സ്റ്റെപ്പിൽ അഖ്ഫ. ഈ മനസ്സിന്റെ ഉള്ളിൽ വരുന്ന അവസ്ഥകൾ മാറി മാറി വരുന്ന ഒരാളാണ് ഷെയ്ഖ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷെയ്ഖ് മുർഷിദ്. കുറച്ച് നിക്കറില്ലാണ്ട് അയാൾക്ക് കുറെ ഇജാസത്തുണ്ട്. ആ ഇജാസത്ത് പ്രകാരം ഇത് ചെല്ലിപ്പോ, നിക്കാരത്തിന്റെ ശേഷം മറ്റിന്റെ ശേഷം ഇത് ചെല്ലിപ്പോ എന്നൊക്കെ പറഞ്ഞാല് അത് പറഞ്ഞു കൊടുക്കണ ആള് അത് നമ്മൾ ഷെയ്ഖുന എന്ന് പറഞ്ഞ ഷെയ്ഖുന പറയാം. കാല ഷെയ്ഖുന എന്ന് പറയണ ആ കാല ഷെയ്ഖുന എന്ന ഷെയ്ഖുന പറയാം. അത് നമുക്ക് പറഞ്ഞു നിൽക്കണം അതിന്റെ ഒരാള്. ഇത് നമുക്ക് പറഞ്ഞു നിൽക്കണം ഇതിന്റെ ഒരാള്. ഇത് മുർഷിദായ ഷെയ്ഖ് എന്ന് പറയാൻ പറ്റിയതല്ല. എന്ന് വെച്ചവരില്ലെന്ന് പറയേണ്ടതുണ്ട്. നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എക്കാലത്തും കാണാം. പക്ഷേ ഉള്ളവരും ഉള്ളതുമെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയില്ലല്ലോ. കണ്ടെത്താൻ കഴിയാത്ത കാലത്ത് കണ്ടവരെ പിടിച്ചു അബദ്ധത്തിലെത്താൻ തന്നെ വളരെ തിരിഞ്ഞു പോകും. അള്ളാഹുവിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനെ പോയാൽ സുതാര്യമായി നമുക്ക് മനസ്സിലാകാവുന്നതാണ് ത്വരീഖത്ത് എന്ന് വെച്ചാൽ. ഷെയ്ഖ പറഞ്ഞു ഷെയ്ഖ് മുരീദ്